ഇവിടെ നമ്മുടെ കണ്ണാപ്പി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ആകെ പൊള്ളുന്നുണ്ട്. അത് പുള്ളിയുടെ ആക്ഷൻസിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാലും പുള്ളി അത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ കേടാന്ന് വെച്ചാൽ ഞാൻ കൂളാണ് എന്നുള്ള രീതിയിലാണ് പുള്ളി നടക്കുന്നത്. പിന്നെ ജാസ്മിനും ഇങ്ങനെ വന്നിട്ട് ജാസ്മിൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം മറ്റേ ദൈവം കൊടുത്തോളും, അള്ളാഹു കൊടുത്തോളും എല്ലാം ഈ ഇതുപോലത്തെ സംസാരം. അള്ളാഹു ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നീ കാണിച്ച പരിപാടി കാണുക എന്നാണ് വെളിയിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത്. ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെ തലയിലും യൂട്യൂബേഴ്സാണ് ജാസ്മിനെ ടാറടിച്ച് കാണിച്ചത് എന്നുള്ള രീതിയിലും ഒക്കെ സംസാരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ജാസ്മിൻ. ഗബ്രി ഭാഗ്യത്തിന് വലുതായിട്ടൊന്നും വന്ന് സംസാരിച്ചിട്ടില്ല. ഈ സായകൃഷ്ണനാണ് ആകെ കൂടെ പുള്ളി ഇങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് വെളുക്കുന്നില്ല, കൂടുതൽ കറുത്തോണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പുള്ളി മനസ്സിലാക്കേണ്ടത്. പുള്ളി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. പുള്ളി അവിടെ പോയി ബിഗ് ബോസിൽ പോയി നിങ്ങളൊക്കെ അവളൊക്കെ ചെയ്തു, നിങ്ങൾ 5 ലക്ഷം എടുത്തുകൊണ്ട് പോരുന്നു, അത് എന്തുകൊണ്ട് അതൊന്നും അറിയില്ല, നിങ്ങളുടെ ഗെയിമാണ്. പോകുന്നതിന് മുമ്പേ നിങ്ങൾ പറഞ്ഞു എല്ലാ ആഴ്ചയിലും ജയിലിൽ പോവും, അത് ചെയ്യും ഇത് ചെയ്യും, എല്ലാ അലമ്പിനും നിൽക്കും. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഭയങ്കര സൈലൻറ്റ് മാൻ, നിങ്ങൾ സായി കൃഷ്ണനായിട്ട് മാറി, നിങ്ങൾക്ക് ക്ലെൻസിങ് ഉണ്ടായി. ക്ലെൻസിങ്ങിൻ്റെ കാര്യം ജാസ്മിനും പറയുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് ഈ ക്ലെൻസിങ് എന്ന് മനസ്സിലാവാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂടെ ക്ലീനിങ് ആണ്. ബിഗ് ബോസിൽ മാത്രമേ ഉള്ളൂ വെള്ളം കിട്ടിയെന്നാണെന്ന് തോന്നുന്നു. അത് നടന്നത് തമിഴ്നാട്ടിൽ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമാണ്. അവിടെയാണോ പോയിട്ട് ക്ലെൻസിങ് നടത്തുന്നത്? ഒരു ക്ലെൻസിങ് നടത്തണമെങ്കിൽ നാട്ടിലെ നല്ല വെള്ളത്തിൽ ക്ലെൻസിങ് നടത്തിയാൽ പോലെ. ഇതാണേലും ഇവർ മറ്റേ കുളിച്ചതും കാര്യങ്ങളൊക്കെ മറ്റേ നല്ല വെള്ളത്തിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പം ക്ലെൻസിങ് നടന്നത്. ക്ലെൻസിങ് നടന്നു. എനിക്ക് എന്നെ തന്നെ തിരിച്ച് കിട്ടി. ഞാൻ മറ്റേ ഇതിനകത്ത് ഞാൻ എന്നിൽ തന്നെ ഇരിക്കല്ലേ, എന്നെ എപ്പോൾ വേണേൽ തപ്പാമല്ലോ എന്നുള്ള ഡയലോഗുണ്ട് പുത്തമ്പണത്തിൽ ഇന്ദ്രൻസ് പറയുന്നത്. അതാണ് എനിക്ക് ഓർമ്മ വന്നത് അത് കണ്ടപ്പോൾ. എന്താണ് ഇത്? ഇങ്ങനെയൊക്കെ വെച്ച് തള്ളാൻ പാടുണ്ടോ? ഇങ്ങനെ തള്ളുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നിങ്ങളെ കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നതും അതൊക്കെ നിങ്ങൾ റിയാക്ട് ചെയ്യാതെ വിട്ടാൽ തന്നെ കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. കാരണം ഈ മാതിരി കളിയാക്കൽ ഫേസ് ചെയ്യണമെങ്കിൽ കുറച്ചൊക്കെ മനക്കട്ടിയും മറ്റേ തൊലിക്കട്ടിയും ഒക്കെ വേണം. തൊലിക്കട്ടി ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ മനക്കട്ടി വളരെ കുറവാണെന്ന് തോന്നുന്നു. അതിപ്പോൾ ക്ലെൻസിങ് ആയി ഇപ്പോൾ പഴയ ആൾ വന്നിട്ടുണ്ടല്ലോ, സായി കൃഷ്ണ. അപ്പോൾ പിന്നെ എന്ത് നടക്കുമെന്ന് അറിയില്ല. ആണെങ്കിലും ഓൾ ദി ബെസ്റ്റ്.